ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജപമണികൾ കയ്യിലെടുത്തുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. പ്രധാനപ്പെട്ട ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ഈ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് യാത്ര നമ്മൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാനുള്ള പുണ്യപ്രവൃത്തി ഓർക്കണേ. നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി ഒരു ലുത്തിനിയ ചൊല്ലി നമ്മൾ സമർപ്പിക്കാൻ പോവാണ്. ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ സർവ്വ ജനപദങ്ങളുടെ നാഥയായ പരിശുദ്ധ അമ്മ നിങ്ങളെ പ്രത്യേകമായിട്ട് സ്നേഹം തരട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 ദിവസങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. തുടർന്നുള്ള ദിവസങ്ങളിലും പ്രാർത്ഥന നമ്മൾ തുടരുകയാണ്. നമ്മൾ ഈശോയെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടി തുടരുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ തുടർന്നുള്ള ദിവസങ്ങളെല്ലാം വലിയൊരു അനുഗ്രഹമായി തീരണം. പ്രത്യേകിച്ച് നമ്മുടെ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ നമ്മൾ എഴുതി സമർപ്പിച്ച ആ നിയോഗങ്ങളൊക്കെ ഇന്നും കൂടെ നിങ്ങൾ എഴുതി സമർപ്പിക്കുന്ന ആ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ വഴി നമ്മൾ സ്വർഗത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇതൊരു അനുഗ്രഹമായി മാറണം. അതിനുവേണ്ടി നിങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങുക. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അവിടുത്തെ സാന്നിധ്യം കൂടെ നടന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും. അമ്മയുടെ വലിയൊരു മേൽനോട്ടത്തിൽ വിശുദ്ധരായി ജീവിക്കാൻ സ്വർഗം തന്നെ നിങ്ങളെ സഹായിക്കും. അതിനുള്ളൊരു കൃപ ലഭിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ.